പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 3 ലോകകപ്പുകളിലായിട്ട് ഫ്രാൻസിന്റെ തുറുപ്പ് ചീട്ടാണ് കിലിയൻ എംബാപ്പെ. ഇത്തവണ കിരീട പ്രതീക്ഷകളുമായി വരുന്ന ഫ്രാൻസ് ഉറ്റുനോക്കുന്നതും എംബാപ്പയുടെ ബൂട്ടിലേക്ക് തന്നെയാണ്. ആദ്യ മത്സരത്തിൽ തന്നെ ഗോളടി മേളത്തിന്റെ സൂചന നൽകുകയും ചെയ്തു സൂപ്പർ താരം. റഷ്യൻ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ലിയോണൽ മെസ്സിയുടെ അർജന്റീന ഫ്രാൻസിനെ നേരിടുന്നു. കളിയുടെ ഒഴുക്കിന് വിപരീതമായി ഡി മറിയയുടെ ഗോളിൽ അർജന്റീന 2-1 മുന്നിലെത്തി. തിരിച്ചടിക്കാൻ പരിശീലകൻ ഡെഷാംസ് നിയോഗിച്ചത് കിലിയൻ എംബാപ്പെ. അർജന്റീനൻ പ്രതിരോധത്തെ കീറിമുറിച്ച് എംബാപ്പയുടെ പടയോട്ടം. അർജന്റീനൻ ഗോൾ പോസ്റ്റിൽ പന്തെത്തിച്ചു കൗമാര താരം. 1 അല്ല 2 തവണ. എംബാപ്പയുടെ ഗോളടിമേളം പിന്നീടും തുടർന്നു. ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരായ ഗോളടക്കം അടിച്ചുകൂട്ടിയത് 4 ഗോളുകൾ. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും എംബാപ്പയെ തേടിയെത്തി. ഫ്രാൻസിന്റെ നെടുംതൂണായ എംബാപ്പയെയാണ് പിന്നീട് ലോകം കണ്ടത്. 2022 ഖത്തർ ലോകകപ്പിൽ അടിച്ചുകൂട്ടിയത് 8 ഗോളുകൾ. അതിൽ അർജന്റീനയ്ക്കെതിരായ ഫൈനൽ മത്സരത്തിലെ ഹാട്രിക്കും ഉൾപ്പെടും. ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും എംബാപ്പയെ തേടിയെത്തി. ഈ ലോകകപ്പിലും ഫ്രാൻസിന്റെ പ്രതീക്ഷകളെല്ലാം എംബാപ്പയിൽ തന്നെ. അത് നിറവേറ്റിയ താരം ആദ്യ മത്സരത്തിൽ തന്നെ 2 ഗോളുകൾ നേടി. ഇന്നത്തെ മത്സരത്തിനിറങ്ങുമ്പോൾ എംബാപ്പയെ കാത്ത് ചില റെക്കോർഡുകളുമുണ്ട്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് അതിൽ വലുത്. നിലവിൽ 14 ഗോളുകളുള്ള എംബാപ്പയ്ക്ക് 3 ഗോൾ കൂടി നേടിയാൽ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടക്കാം. 3 ലോകകപ്പിൽ നിന്നാണ് എംബാപ്പയുടെ ഈ നേട്ടം. ഇന്നത്തെ മത്സരത്തോടെ 100 അന്താരാഷ്ട്ര മത്സരങ്ങൾ ഫ്രാൻസിലേക്ക് കളിക്കുന്ന താരമാകും എംബാപ്പെ. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.